ഉരുൾപൊട്ടലിന്റെ ഭീതിയിലാണ് വയനാട്. ഒരു നിമിഷം കൊണ്ട് പ്രിയപ്പെട്ടവരെ നഷ്ടമായവർ, കൺമുന്നിലൂടെ ജീവൻ നഷ്ടമാകുന്നത് കാണുമ്പോഴും ഒന്നും ചെയ്യാനാവാതെ പകച്ചു നിൽക്കേണ്ടി വന്നവർ. കണ്ണീരോടെ അല്ലാതെ ആ കാഴ്ചകൾ കാണാൻ സാധിക്കില്ല. ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ടു വന്നവർക്കും ഞെട്ടൽ മാറിയിട്ടില്ല. ആ നിമിഷത്തെക്കുറിച്ച് പറയുമ്പോൾ ഇപ്പോഴും ഞെട്ടലുണ്ട്. ചൊവ്വാഴ്ച പുലർച്ചെ 2 മണിയോടെയാണ് തങ്ങൾ ആ ശബ്ദം കേൾക്കുന്നത്. കാതടിപ്പിക്കുന്നതോടുകൂടിയാണ് ദുരന്തമുഖത്തും ആരംഭിക്കുന്നതെന്ന് കർഷകൻ സിജു ചാക്കോ പറഞ്ഞു. ചൊവ്വാഴ്ച പുലർച്ചെ 2 മണിയോടെ ഞങ്ങൾ കേട്ട ശബ്ദം കാതടപ്പിക്കുന്നതായിരുന്നു. കോറുകളിൽ നിന്നും കേൾക്കുന്നതായിരുന്നു ആ ശബ്ദം. കോറുകളിൽ നിന്നും കേൾക്കുന്ന സ്ഫോടനത്തെക്കാൾ ഇരട്ടി ശബ്ദമായിരുന്നു അതെന്നും സാജു പറഞ്ഞു. ശബ്ദം കേട്ട് താനും ഭാര്യയും 10 വയസ്സുള്ള മകനും വീട്ടിൽ നിന്നും പുറത്തേക്ക് ഓടി. ഭാര്യ ഒരു സർജറി കഴിഞ്ഞ് വിശ്രമത്തിലായിരുന്നുവെന്നും ഇരുട്ടിൽ ചെളിയിലൂടെ ഞങ്ങൾ നടന്നു. ഞങ്ങൾ എങ്ങനെയാണ് സുരക്ഷിതമായ സ്ഥലത്തേക്ക് എത്തിയതെന്ന് പോലും തങ്ങൾക്ക് അറിയില്ലെന്നും സിജു പറഞ്ഞു. ഉരുൾപൊട്ടലിൽ തകർന്ന വെള്ളാർമല സർക്കാർ വൊക്കേഷണൽ സ്കൂളിലെ വിദ്യാർത്ഥിയാണ് സിജുവിൻ്റെ മകൻ. ചെറിയ അരുവി വലിയൊരു നദിയായി മാറി എൻ്റെ വീടിൻ്റെ മുമ്പിലേക്ക് എത്തിയിരുന്നു. എൻ്റെ വീടിൻ്റെ വാതിൽപ്പടിയിൽ ഒരു വലിയ മാനത്തിൻ്റെ ജഡം കണ്ടു. ഉരുൾപൊട്ടലിൻ്റെ ഉറവിടം വനത്തിനുള്ളിലായിരിക്കും. മാൻ വെള്ളത്തിൽ ഒലിച്ചെത്തിയതാകാം. വീടിന് സമീപത്തെ മറ്റൊരു കുടുംബം താമസിച്ചിരുന്നു. അവരുടെ മക്കൾ മറ്റെവിടെയാണ് പഠിക്കുന്നത്. അവരിപ്പോൾ എവിടെയാണെന്ന് എനിക്കറിയില്ല. 250ഓളം ആളുകൾ പ്രദേശത്ത് താമസിച്ചിരുന്നു. എനിക്ക് അവരെ എല്ലാവരെയും അറിയാമെന്നും സിജു പറഞ്ഞു. മേപ്പാടിയിൽ പുതിയ വീട് പണിയുന്ന സിജു തൽക്കാലം ചൂരന്മലയിലെ പഴയ വീട്ടിലായിരുന്നു താമസം. ഇത് ഞങ്ങളുടെ പേടി സ്വപ്നമായി തോന്നുന്നു. ഇങ്ങനെയൊന്ന് ഞങ്ങൾക്ക് സംഭവിക്കുമെന്ന് ഞങ്ങൾ പോലും കരുതിയില്ല. ഞങ്ങളുടെ ചെവിക്കുള്ളിൽ എന്തോ പ്രശ്നമുള്ള പോലെ തോന്നുന്നുണ്ട്. അത് കാതടപ്പിക്കുന്ന ശബ്ദത്തിൻ്റെ പ്രകമ്പനമാകാമെന്നും സിജു പറഞ്ഞു. വയനാട്ടിൽ രക്ഷാപ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. കേരളക്കരെ ഒന്നടങ്കം വലിയ രീതിയിൽ പ്രാർത്ഥനയിലുമാണ്. പല ഭാഗത്തു നിന്നും സഹായങ്ങൾ എത്തുന്നുണ്ട്. എന്നിരുന്നാലും ഉറ്റവർക്കായുള്ള തിരച്ചിൽ തുടരുകയാണ്. എന്നാൽ മോശം കാലാവസ്ഥ ദുഷ്കരമായി തുടരുന്ന സാഹചര്യത്തിൽ വലിയ രീതിയിലുള്ള ജീവൻ മരണ പോരാട്ടമാണ് അവിടെ നടക്കുന്നത്.